ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് നടന്നിട്ടുള്ള LDCയുടെ കണ്ണൂരിലെയും കൊല്ലത്തിൻ്റെയും എക്സാം അല്ലേ, LDC എക്സാം ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ടഫുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ടൊന്ന് നോക്കിയിട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആൻസറായിട്ട് വന്നിട്ടുള്ളത് മാലിദ്വീപാണ്. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യമാണ് മാലിദ്വീപ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. അപ്പോൾ നമുക്ക് സൂചനകളൊന്ന് വായിച്ചു നോക്കാം. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പാട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ BP മേനോനാണ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ സ്ഥാനം എന്താണെന്ന് എഴുതുക. നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. അപ്പോൾ ബ്രസൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. സമത്വ സമാജം അയ്യങ്കാളി, ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. അപ്പം അത് ശരിയായിട്ടുള്ളത് ഏതാണ്? 2ഉം 4ഉമാണ്. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദനാണ്. അതുപോലെ യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടാണ്. സമത്വ സമാജം ആരുടേതാണ്? വൈകുണ്ഠസ്വാമികളാണ് അല്ലേ. അതുപോലെ തന്നെ സഹോദര പ്രസ്ഥാനം ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനായിട്ട് ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. അപ്പം അതിൽ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ: ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അതിൽ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. എനിക്ക് ശേഷം പ്രളയം ലൂയി 15 പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ടുള്ളത് മേരി ആൻറ്റോയിനൈറ്റ് ആണ്. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്: പെനിൻസുലാർ ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അപ്പോൾ പെനിൻസുലാർ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള നദി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഗോദാവരിയാണ്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ: പ്രൈം മെറിഡിയൻ ഏത് നഗരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ഗ്രീൻവിച്ചിലൂടെയാണ്. 9 ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണെന്നാണ്. അത് ഒഡീഷയാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ: എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിലെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കേ അമേരിക്ക. 11 വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? അത് ലൂ ആണ്. വരണ്ട ഉഷ്ണക്കാറ്റാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂരിലാണ്. 13 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യൂതി. അടുത്ത ക്വസ്റ്റ്യൻ: ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഗ്രാമീണ അസമത്വം. 15ാമത്തെ ക്വസ്റ്റ്യൻ: സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ? അപ്പം അതിൽ 1ഉം 2ഉമാണ്. വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്. 16ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ 17 ഇന്ത്യ ഗവൺമെൻറ് വിഭാവന ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യമുള്ളതുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക. ഇനി 18 നീതി ആയോഗിൻ്റെ ചുമതലകളിൽ പെടാത്ത പ്രസ്താവന ഏത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ: പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. 20 താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെയാണ്? അപ്പം ആൾ ഓഫ് ദ എബോവ് ആണ്. ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാതുമാണ് കേട്ടോ. അപ്പം അതിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായശാലകളിലെ തൊഴിലാളികൾ ഭിന്നശേഷിക്കാർ.
21ാമത്തെ ക്വസ്റ്റ്യൻ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവന ഏത് എന്നാണ്. അപ്പോൾ 1ഉം 2ഉമാണ്. വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു. ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 22 ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. 2ഉം 3ഉമാണ്. നെഹ്റു, പാട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിൽ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. 23ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൽ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയും. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവ എന്നാണ്. അത് ബി ആണ് അതിൻ്റെ ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. അതിൽ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പം അതിൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയയും. 25 ഭരണഘടനയിലൂടെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്. ഇപ്പോൾ 1ഉം 3ഉമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം സംഘടന രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവുമാണ്. 26 ദേശീയ വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ്. അപ്പം 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാ. ഇതിൽ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പം നമുക്ക് നോക്കാം. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടി പാർലമെൻറ്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്. അതിൽ ആൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ ആയിട്ടുള്ളത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരമാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. അപ്പം 1ഉം 2ഉമാണ്. ഉപരാഷ്ട്രപതി 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. പഞ്ചായത്തി രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. 31ാമത്തെ ക്വസ്റ്റ്യൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ്. അപ്പം ആൾ ഓഫ് ദ എബോവ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. ധനകാര്യ മന്ത്രാലയത്തിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നോക്കാം. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. ഇനി അടുത്തത് 33 ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്. ഇതിൽ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. 34 താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത്. ശരീര താപനില നിയന്ത്രിക്കുക. 35 താഴെ പറയുന്നവയിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്. അത് ഓസ്റ്റിയോപെറോസിസ് ആണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളാണ്. 37 ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്. അപൂരിത കൊഴുപ്പ്. 38 ജനിതക എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയായ CRISPR-Cas9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്. ക്യാൻസർ ചികിത്സ. 39 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്. അയാർട്ടയാണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്. ഈഡിസ് ഈജിപ്തിയാണ്. 41 ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്. സ്വിറ്റ്സർലാൻഡ്. 42 ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം Gയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതായാലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. 1ഉം 3ഉമാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ധ്രുവപ്രദേശങ്ങളിലെ Gക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂകേന്ദ്രങ്ങളിൽ Gയുടെ വില 0 ഈ 43 h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം h/2 സഞ്ചരിച്ചു.
കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും എന്നാണ്. അപ്പോൾ 1:1 ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗത്തിൻ്റെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നാണ്. അപ്പം അതിൽ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസറായിട്ട് വന്നിട്ടുള്ളത്. ആദ്യം വായുവാണ്, പിന്നെ വരുന്നത് ശുദ്ധജലമാണ്, അടുത്തത് വരുന്നത് സമുദ്രജലമാണ്. അതും ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. 45 ഇന്ത്യയുടെ സൗര മിഷനായിട്ടുള്ള ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? അപ്പോൾ 1%. 46ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനുള്ള സ്ഥാപന പദ്ധതി അല്ലാത്തത് ഏതാണെന്നാണ്. 2 മാത്രമാണ്, NLCIL ആണ്. അടുത്തത് 47ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്? അത് അമോണിയാണ്. ഇതും ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ തന്നെ കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ്. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ്. ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്ത മൂലകമാണ് ഹൈഡ്രജൻ. അതൊരു തെറ്റായ പ്രസ്താവനയാണ്. 50 ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏതാണെന്നാണ്. അത് ബാംഗ്ലൂരാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? പ്രഗ്യാനാണ്. 52 കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണെന്നാണ്. മിഴാവാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ആരാണെന്നാണ്. അത് രാമവർമ്മ അപ്പൻ തമ്പുരാനാണ്. 54 വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? കഥകളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. 55 മഹാകവി P. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണെന്നാണ്. അത് ആറ്റൂർ രവിവർമ്മയാണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത്? 1973. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ. മലയാള വിഭാഗത്തിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പ്രിയ AS-നാണ്. 59 സെൻസിറ്റീവ് ആയിട്ടുള്ള ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾ മെയിൽ അയക്കുമ്പോൾ ഇത് ഡേഷ് ആണ്. അത് ഫിഷിംഗ് ആണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തതുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? റൂട്ടറാണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. 62 ഡാം ഒരു DAAM അല്ലേ. ഇത് ഡാം ഒരു ഡാഷ് ആണ്. ഇത് മാൽവെയർ ആണ്. 63 യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ്? ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. 64 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ചൂഷണത്തിനുള്ള അവകാശം. 65 ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൻ്റെ 10ാം വകുപ്പ്. 66 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരമുള്ള ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? മജിസ്ട്രേറ്റ്. 67 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. മുകളിൽ പറഞ്ഞവ എല്ലാമാണ്. അപ്പോൾ അത് ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. 68 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായിട്ടുള്ള കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. 30 ദിവസത്തിനുള്ളിലാണ്. 69 പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയുമാണ്. ഇനി 70 ദേശീയ വനിതാ കമ്മീഷൻ്റെ 2024 അധ്യക്ഷൻ ആരാണെന്നാണ്. അത് രേഖ ശർമ്മയാണ്. 71 ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളാണ് ഉള്ളത് എന്നാണ്. അത് ബി ഓപ്ഷനാണ്. കറക്റ്റായിട്ടുള്ള ആൻസർ 3 ആണ്. 72 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്രയാണ്? 1800. 73
2, 5, 8 എന്നീ ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500? 17ാമത്തെ വർഗ്ഗമാണ്. 74. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷത്തിന് ശേഷം കിട്ടുന്ന പലിശ എത്രയാണെന്നാണ്? 4,160. 75ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ 10 പദങ്ങളുടെ തുക കണ്ടെത്താനാണ്. അത് 440 ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര എന്നാണ്? അത് 144. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ എത്ര എന്നാണ്? 80. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായിട്ട് വർദ്ധിക്കും എന്നാണ് ചോദ്യം. അത് 12. അടുത്ത ക്വസ്റ്റ്യന് ചിത്രത്തിൽ ABC. ഇതൊരു SCRT ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കറക്റ്റ് പക്ക അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇനി 81ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. അത് ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 82. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡോഗ് ഇൻ ദ മാനേജർ പോളിസി? ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. എ മാൻ ഹൂ പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. 83ാമത്തെ ക്വസ്റ്റ്യൻ സ്പോട്ട് ദ എറർ ആണ്. ബി ആണ് ആൻസർ വന്നിട്ടുള്ളത്. പിന്നെ ഫാസിമൈൽ മീൻസ് എന്താണെന്നാണ്? എക്സാക്റ്റ് കോപ്പിയാണ്. അടുത്തത് നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ്. അപ്പം അത് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ ഡി ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി 86. നൺ ഓഫ് ദ വർക്ക് മാൻ അറൈവ്ഡ് ഡാഷ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഡിഡ് ദേ ആണ് ആൻസർ ആയിട്ടുള്ളത്. 87. ലെപ്റ്റോസ്പൈറോസിസ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? റാറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി 88. ഒരു ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ഡാഷ് ബുഷ്. അപ്പോൾ അതിൽ ഡി ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 89. ഹീ ഈസ് ബീയിങ് അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ്. അപ്പോൾ അതിൽ എ ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓഫ് ആണ് വന്നിട്ടുള്ളത്. ഇനി 90ാമത്തെ ക്വസ്റ്റ്യൻ ദേ ഹാവ് കണ്ടക്റ്റഡ് എവരി വൺ കൺസേൺഡ്. അപ്പോൾ അതിൽ സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. എവരി വൺ കൺസേൺഡ് ഹാസ് ബീൻ കണ്ടക്റ്റഡ്. അടുത്തത് 91ാമത്തെ ക്വസ്റ്റ്യൻ. 91ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത് എന്നാണ്? സി ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. ഇനി 92ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികളാണ്. 93ാമത്തെ ക്വസ്റ്റ്യൻ വേദത്തെ സംബന്ധിച്ച് ശരിയായ ഒറ്റപ്പദം ഏത്? വൈദികം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്ഷണികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ശാശ്വതമാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പര്യായങ്ങൾ ഏവ? നിലാവ്, ചന്ദ്രിക, കൗമുദി. അടുത്ത ക്വസ്റ്റ്യൻ അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നവയിൽ ഉത്തരത്തിൽ നിന്നും കണ്ടെത്തുക. മുഴുവൻ കൊള്ളയടിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായിട്ടുള്ള പദം കണ്ടെത്തുക. ഭഗവത്ഗീത. അടുത്തത് വിണ്ടലം ശരിയായിട്ടുള്ള രീതിയിൽ പദം ചേർത്ത് എഴുതിയിരിക്കുന്നത് ഏതാണ്? വിൺതലം. തലവേദന എന്ന പദത്തിൻ്റെ ശരിയായ ഘടകപദം ഏതാണ്? തലയിലെ വേദന. ചന്ദനം എന്ന വാക്കിന് സമാനമായിട്ടുള്ള പദം ഏതാണ്? മാലേയമാണ്. അപ്പം ഈ മലയാളം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മലയാളം നന്നായിട്ട് പ്രീവിയസ് പഠിച്ചവർക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ താങ്ക് യു ആൾ. ബാക്കി LDCക്ക് ഇനി പഠിക്കുമ്പം എന്തായാലും നന്നായിട്ടുള്ളൊരു വായന നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വെച്ച് പഠിച്ചുകൊണ്ടോ ഒന്നും കാര്യമില്ല. നന്നായിട്ട് പഠിക്കുന്ന ഭാഗങ്ങൾ സിലബസ് വെച്ചിട്ട് ഒരു പരത്തിയുള്ള വായന എന്തായാലും വേണം. എന്നാലേ കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതുപോലെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം താങ്ക് യു ഓൾ.